തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് സ്വതന്ത്രൻ LDFന് മാറി വോട്ട് ചെയ്ത സംഭവത്തിൽ 50 ലക്ഷം രൂപ കോഴ വാഗ്ദാനം ചെയ്തെന്ന് ശബ്ദരേഖ. മുസ്ലിം ലീഗ് സ്വതന്ത്രനായി മത്സരിച്ച EU ജാഫറിന്റെ പേരിലാണ് ഇപ്പോൾ ശബ്ദരേഖ പ്രചരിക്കുന്നത്. ഈ സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് അനിൽ അക്കര നൽകിയ പരാതിയിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. ഞാൻ അങ്ങനെയല്ലല്ലോ, സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM അല്ല പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കുന്നത്, 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞടിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ? അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താന്ന് നടക്കല്ലോ അറിയാം. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാ മതി. 50 ലക്ഷം രൂപ ഓഫർ ഉണ്ട്. ഇതിലത്തെ ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ പ്രസിഡന്റ് ആവാം അപ്പൊ, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ട്. പൈസ പിന്നെ നമ്മള് സേഫ് ആയല്ലോ, ലൈഫ് സെറ്റിൽ ആയില്ലോ. പിന്നെ നമ്മള് രാഷ്ട്രീയത്തിന് ഇറങ്ങേണ്ട ആവശ്യം വരെ. അതുകൊണ്ടാ പറയുന്നത്, ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. സൂരജ് സജി തൃശ്ശൂർ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഈ ഒരു ശബ്ദരേഖയിൽ പറയുന്നതിൽ നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഗുഡ് മോർണിംഗ്. ശബ്ദരേഖയുടെ ആധികാരികത, ആ ശബ്ദരേഖ എപ്പോൾ എടുത്തു എന്നതിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇത് പ്രചരിച്ചതാണ്. ഈ വോട്ടെടുപ്പിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ സംസാരിച്ച ഓഡിയോ ആണെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസിന് അന്ന് തന്നെ ഇത് പുറത്തുവിടാമായിരുന്നു. പക്ഷെ അതിനൊക്കെ ഇപ്പുറം, ദിവസങ്ങൾക്കിപ്പുറം ഈ ഓഡിയോ, അതും കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രസിഡന്റുമായി സംസാരിക്കുന്ന ഓഡിയോ ആണ്, വരവൂർ മണ്ഡലം പ്രസിഡന്റുമായി സംസാരിക്കുന്ന ഓഡിയോ ആണ്. അതാണ് കഴിഞ്ഞ ദിവസം വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് പുറത്തുവിടുന്നത്. ആ ഓഡിയോന്മേൽ പിന്നീട് അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. അതിലാണ് കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ ഇപ്പോൾ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള അനിലക്കര ഒരു പരാതി വിജിലൻസിന് നൽകുന്ന. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ വിജിലൻസ് പ്രാഥമികമായി അന്വേഷണം നടക്കുന്നത്. എന്തായാലും ഈ ഓഡിയോയുടെ ആധികാരികത മാറ്റി നിർത്തിയാൽ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ വടക്കാഞ്ചേരി നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വോട്ട് ചെയ്യുകയാണെങ്കിൽ 50 ലക്ഷം രൂപ നൽകാം എന്ന് CPIM വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് ഈ ഓഡിയോയിൽ പറയുന്നത്. അല്ലെങ്കിൽ പഞ്ചായത്ത് അവിടെ തന്നെ തുടരുക. ഇപ്പോൾ ഈ പരാതി നൽകിയ അനിൽ അക്കര തത്സമയം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അനിൽ അക്കര, ഗുഡ് മോർണിംഗ്. അനിൽ, ശരിക്കും ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷമാണോ താങ്കൾ ഈ പരാതി കൊടുത്തിരിക്കുന്നത്? അത് ഞാനതിനകത്ത് എനിക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പാർലമെന്ററി ഭാരവാഹി തെരഞ്ഞെടുക്കാനുള്ള ചുമതല എനിക്കായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ 2 യോഗങ്ങൾ വിളിച്ചു ചേർത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെയും അതുപോലെ തന്നെ ലീഗുമായി ബന്ധപ്പെട്ടു. അന്ന് വൈകുന്നേരം വരെ യാതൊരു കൺഫ്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലീഗും മത്സരിക്കാൻ തീരുമാനിച്ചാണ്. ഒരു കൺഫ്യൂഷനും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല. കാരണം 7-7 വന്ന് നിൽക്കുകയാണ്. ഈ വരവൂര് മേഖല എന്ന് പറയുന്നത് CPM ചെറിയ ആധിപത്യമുള്ള മേഖലയാണ്. അപ്പൊ അവിടെ പാർട്ടിക്കാർ ഒറ്റക്കെട്ടായി നിന്ന് ഒരു സ്വതന്ത്രൻ, അത് ലീഗിന്റെ കൂടി പിന്തുണയുള്ള ഒരു സ്വതന്ത്രനെ നമ്മൾ മത്സരിപ്പിച്ചു. അപ്പൊ അത്രയും തീവ്രമായ CPM വിരുദ്ധതയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് വേറെ കൺഫ്യൂഷൻ വിചാരിക്കുന്നില്ലല്ലോ. അപ്പൊ ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം, കോൺഗ്രസ് പ്രസിഡന്റ് മത്സരിച്ച തെരഞ്ഞെടുപ്പ് സമയത്ത് ആണ് നമ്മളിതിന്റെ ഒരു ചെറിയ ഈ പറഞ്ഞ മുസ്തഫ സംസാരിക്കുമ്പോൾ മുസ്തഫ അപ്പോഴും ഇതൊരു തമാശ എന്ന രീതിയിലാണ് മുസ്തഫ കണക്കാക്കിയിരുന്നത്. ഇത്രയും ഗൗരവം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ലീഗുമായി നേതാക്കന്മാരുമായി സംസാരിച്ചു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇലക്ഷൻ ഇതിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നോമിനേഷൻ പേപ്പർ എഴുതി കൊടുക്കല്ലോ ചെയ്യുന്നത്, പിന്താങ്ങലും അതുപോലെ തന്നെ നിർദ്ദേശിക്കലുമാണ് ചെയ്യുന്നതല്ലോ. അപ്പൊ അതിനകത്ത് ആ പ്രക്രിയയിൽ ഷാനവാസിനെ പിന്താങ്ങിയ ആളാണ് ഈ പറയുന്ന ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ ഇപ്പൊ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ഥാനാർത്ഥി ഷാനവാസിനെ പിന്തുണച്ചതിന് ശേഷം വോട്ട് മാറ്റിയാണ് ചെയ്തത്. ഇത് വളരെ നിസ്സാരമായ കാര്യമല്ല. അതിനുശേഷം പിന്നെ നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇയാള് വിട്ടുനിന്നു. അത് CPMന്റെ വോട്ട് അസ്വാധീനെ കുറിച്ച് നറുക്കെടുപ്പുണ്ടായി. അപ്പൊ ഇതിനകത്ത് നമ്മൾ പിന്നീടാണ് ഞാനിതിന്റെ ഗൗരവം, കാരണം എന്റെ ചുമതലയിൽപ്പെട്ട ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെ ഹൈജാക്ക് ചെയ്ത് പോകുമ്പോൾ അത് എന്നെ കൂടി വ്യക്തിപരമായി ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായി അന്വേഷിച്ചത്. അപ്പൊ അത് ഇതിന്റെ ഡീലുകൾ നടന്നത്, ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ അന്വേഷിച്ചു. ഇത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ചേലക്കര അസംബ്ലിയിലെയും കുന്നംകുളം അസംബ്ലിയിലെയും വടക്കാഞ്ചേരി അസംബ്ലിയും വരുന്ന ഭാഗങ്ങളാണ്.
അപ്പൊ ഇതിനകത്ത് വളരെ കൃത്യമായും വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയും അതുപോലെ തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാലും ഇവരാണ് ഒരു എരുമപ്പെട്ടി കേന്ദ്രീകരിച്ചുള്ള സ്കൂളിൽ വെച്ച് ഇതിന്റെ ഓപ്പറേഷൻ നടന്നും പണം കൈമാറിയതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അതിന്റെ തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അനിൽ അക്കര, ഒരു നിമിഷം. നമ്മുടെ തൃശ്ശൂർ റിപ്പോർട്ടർ സൂരജ് സജി ഇപ്പോൾ ലൈനിലുണ്ട്. സൂരജ് സജി, താങ്കൾ ഈ വിഷയം കുറച്ചുകൂടി ഗൗരവത്തിൽ കണ്ട ഒരാളാണല്ലോ. അപ്പം അനിൽ അക്കരയോട് താങ്കൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? ഈ ഓഡിയോ എന്തുകൊണ്ടാണ് നേരത്തെ ഈ പുറത്തുവിടാതിരുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഈ CPM കേന്ദ്രങ്ങളടക്കം ഉയർത്തുന്ന ഒരു ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഓഡിയോയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് സത്യത്തിൽ ലഭിച്ചിരുന്നില്ല. അപ്പോ ഞാൻ ഈ പറയുന്ന നമുക്ക് ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഈ കേസിലില്ലല്ലോ. അന്ന് തലേ ദിവസം പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു. ഞാൻ വന്ന് വടക്കാഞ്ചേരി ബ്ലോക്ക് പാർട്ടി ഓഫീസാണ് യോഗം വിളിച്ചത്. അപ്പോ ലീഗിന്റെ ചുമതലയുള്ള അമീറുമായി സംസാരിച്ചു. അപ്പൊ അമീർ പറഞ്ഞു ഇതിനകത്ത് വൈസ് പ്രസിഡന്റ് ആണ്, 2 അംഗങ്ങളുള്ള ലീഗിന് വൈസ് പ്രസിഡന്റ് കൊടുക്കുമ്പോ പിന്നെ അതിനകത്ത് ഈ രാഷ്ട്രീയമായി നമുക്ക് അപ്പുറത്ത് വേറെ തർക്കങ്ങളില്ലല്ലോ. എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ മാത്രമല്ലേ. പ്രത്യേകിച്ച് വരവൂര് CPM-മായി ഏറ്റുമുട്ടുന്ന പ്രദേശത്ത് ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ പോകുന്ന നമ്മൾ ഒരിക്കലും കാണുന്നില്ല. മുസ്തഫ ആ ഓഡിയോയിൽ തന്നെ പറയുന്നത് എന്താണ് നീ ജാഫറെ തമാശ പറയാണോ എന്ന് അപ്പോഴും ചോദിക്കുകയാണ്. അപ്പോ നമുക്ക് ഇതൊന്നും ഉത്തരേന്ത്യ അല്ലല്ലോ, ഇത് കേരള അല്ലേ, ഇത് തൃശ്ശൂരല്ലേ. നമ്മളിങ്ങനെ പണം കൊടുത്ത് പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം രാജിവെച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട സമയത്ത് തനിക്കൊരു തെറ്റുപറ്റി, പാർട്ടി പറഞ്ഞതുകൊണ്ട് താൻ ആ വാർഡ് മെമ്പർ സ്ഥാനം അടക്കം രാജിവെക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്തും ഈ കോഴ എന്ന് പറയുന്ന ആരോപണം അവിടെ അദ്ദേഹം ഉയർത്തുന്നില്ല. അല്ല, രാജിവെച്ചത് ജാഫറാണല്ലോ. ഇതിനകത്ത് ഒരു ഗൗരവതരമായ ഒരു വിഷയമുണ്ട്. ഇതിനകത്ത് ഈ ഓഡിയോയുമായി ബന്ധപ്പെട്ട് ഒരാളുടെ ഫോൺ സന്ദേശമാണ്. ആ ഫോൺ സന്ദേശം പുറത്തുവിടണമെങ്കിൽ സ്വാഭാവികമായ ഒരു ക്രൈമിന്റെ ഭാഗമാകണം. അതുകൊണ്ടാണ് ഞാൻ തന്നെ മുൻകൈയെടുത്ത് 2 ദിവസം, അന്ന് നിങ്ങൾ പറഞ്ഞ അതേ ദിവസം തന്നെയാണ്, 2 ദിവസം മുമ്പ് തന്നെയാണ്. അറിയാലോ, പിന്നെ സൂര്യനെ അറിയാലോ, ഞാനൊരു പഞ്ചായത്ത് സ്ഥാനാർത്ഥി, എന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇതൊക്കെ നിൽക്കുകയാണല്ലോ. അതിന്റെ ഇടയിലാണ് മണ്ണൂർ അസംബ്ലിയിലെയും വടക്കാഞ്ചേരി അസംബ്ലിയിലെയും ചുമതല നമുക്ക് പണ്ടത്തെ പോലെയല്ല. കഴിഞ്ഞ തവണയാണെങ്കിൽ ഇത്ര പ്രശ്നങ്ങളില്ല. ഇപ്പൊ എന്താണ്, ഇപ്പോ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ ജയിക്കുന്നു, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ ഒപ്പത്തിനൊപ്പം, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് ഒപ്പത്തിനൊപ്പം, കുറെ പഞ്ചായത്തുകൾ ഇവിടെയൊക്കെ പ്രസിഡന്റും പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരൊക്കെ തെരഞ്ഞെടുക്കേണ്ട ചുമതലയായിരുന്നു. അപ്പൊ ആ ചുമതലയുടെ കൂടെയാണ് ഞാനത് കൃത്യമായി നോക്കുകയും ഞാൻ കൃത്യമായി പരാതി കൊടുക്കുകയും ആ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ എന്നെ വിജിലൻസ് ഓഫീസിൽ നിന്ന് വിളിച്ച് നിങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചു എന്ന് പറയുമ്പോഴാണ് ഞാനൊരു നിയമസഭാ സാമാജികനായിരുന്ന ഒരാൾ എന്ന രീതിയിൽ നിയമപരമായ പരിരക്ഷയും സുരക്ഷയും ഉറപ്പുവരുത്തിയാണ് ഞാൻ ഇതിലേക്ക് കടന്നത്. ഓക്കെ, മനസ്സിലായി ശ്രീ അനിലക്കര. താങ്ക് യു ഫോർ ജോയിനിങ്. സൂരജ് സജി തുടരുകയാണ്. സൂരജ്, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവസ്ഥ എന്താണ് ഈ പരാതിയുടെ? SK അതാണ്, അതായത് വടക്കാഞ്ചേരി നഗരസഭയെ സംബന്ധിച്ച് 7 സീറ്റും 7-7 ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയാണ് ഒരു സീറ്റിൽ ലീഗ് സ്വതന്ത്രൻ ജയിച്ചു കയറുന്നതും ഈ ലീഗ് സ്വതന്ത്രൻ വോട്ട് ചെയ്യുകയുമായിരുന്നു. അതായത് LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇവർ ഉയർത്തുന്ന ആരോപണം. പക്ഷേ അതിനുശേഷം എല്ലാം തന്നെ ഈ ജാഫർ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ട സമയത്ത്, കഴിഞ്ഞ ദിവസം രാജി സമർപ്പിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിരുന്നത് തനിക്ക് പറ്റിയത് ഒരു തെറ്റാണ്, ആ തെറ്റാണ് എന്ന് പാർട്ടിയോട് അത് വ്യക്തമാക്കുകയും പാർട്ടി ആവശ്യപ്പെട്ട അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് താൻ ഈ രാജിക്കത്തടക്കം എഴുതി നൽകിയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഓഡിയോ സന്ദേശത്തിലാകട്ടെ തനിക്ക് 50 ലക്ഷം രൂപ CPM ഓഫർ ചെയ്തിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ സെറ്റിലാകാൻ ഈ 50 ലക്ഷം രൂപ മതിയല്ലോ, അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാം, വടക്കാഞ്ചേരി പോലൊരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവിക്ക് എത്രമാത്രം വിലയുണ്ട് എന്ന കാര്യം അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വരവൂര് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായി ഇദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായി സംസാരിച്ച ഈ ഓഡിയോ സംഭാഷണം അല്ലെങ്കിൽ ഈ സംഭാഷണമൊക്കെ നിലനിൽക്കുകയും ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയ സമയത്തും എന്തുകൊണ്ട് അത്തരം ഒരു ഗൗരവം ഈ കോൺഗ്രസിന്റെ കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ UDF-ന്റെ കേന്ദ്രത്തിൽ നിന്നോ ഉണ്ടായില്ല എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവർ ഉയർത്തുന്ന ആരോപണം പോലെയെങ്കിൽ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിലും ഇതുപോലെ തന്നെ ഒരു ടൈ ആയിരുന്നു അവിടെയും ഉണ്ടായിരുന്ന, തുല്യനിലയായിരുന്നു. അവിടെയും ഈ ടോസ് ഇട്ടാണ് CPM അധികാരം പിടിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെയും സമാനമായ ഒരു അട്ടിമറി, അതായത് ഇത്തരത്തിൽ പണം ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെയും അതിനൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ അന്വേഷണം വേണം. എന്തായാലും വിജിലൻസ് ഇപ്പോൾ ഈ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരാതി എന്താണ്, അല്ലെങ്കിൽ പരാതിയിന്മേൽ കഴമ്പുണ്ടോ എന്നോ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മറ്റത്തൂർ അടക്കമുള്ള വിഷയങ്ങളിൽ, അതായത് BJP കോൺഗ്രസ് ധാരണ എന്നത് ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിൽ പ്രതിരോധത്തിലാണ് കോൺഗ്രസ് ജില്ലയിൽ. അതിനിടയിലാണ് ഇപ്പോൾ ഈ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത്. വീണുകിട്ടിയ ആയുധമായി തന്നെ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട്. അത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ഒരു നീക്കത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ് ഉള്ളത്.
ഓക്കെ, താങ്ക് യു സൂരജ് സജി, താങ്ക് യു അനിൽ അക്കര പ്രതികരിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.